വെഞ്ഞാറമൂട് ദേശം വാഴും സുന്ദരനും സുമുഖനും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവനുമായ തക്കുടുക്കുട്ടൻ നോബിമോന് പിറന്നാൾ ആശംസകൾ. ഈ പിറന്നാൾ ആശംസകൾ അറിയിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നോബിമോന്റെ ആത്മസുഹൃത്തും ഡിങ്കിടിക്കുട്ടനുമായ വെള്ളി ബിനു. നിങ്ങളാണോ ഈ കനാലിനകത്ത് ഇറങ്ങിയിരുന്നത്? അല്ല, സാറിന് ഇപ്പൊ കാശുണ്ട്, സാറിന്റെ വീട്ടിൽ 3-4 കക്കൂസുണ്ട്, നമുക്കതില്ല. അതുകൊണ്ട് നമ്മൾ ഈ കനാലിനകത്ത്. അയ്യോ, അതല്ല പറഞ്ഞത്. നിങ്ങളാണോ ഈ കനാലിനകത്ത് ഇറങ്ങി വീഡിയോ എടുക്കുന്ന ആളെന്ന്? അത് ഞങ്ങളാ. ഞാൻ കോരാ. സാറേ, വെള്ളം വരുമ്പോ അത് ഒഴുകി പോയിക്കോളൂ, പോരണ്ട. അതല്ല പറഞ്ഞത്. ഞാൻ കോരാ. എന്റെ പെണ്ണുമ്പിള്ള ഇട്ടിട്ട് ഒരുപാട് നാളായിട്ട് എന്നെ ഇട്ടിട്ട് പോയത് അറിയാവോ? അപ്പൊ നിങ്ങൾ കോരയല്ല, പിന്നെ നിങ്ങൾ പോരാ. എന്റെ പേരാ കോരാ. പേരാ കോരായോ? അല്ല, എന്റെ പേരാ ഹേ കോരാ. ഹേ കോര പറ എന്ന് പറഞ്ഞാലേ ഞാൻ ഇവിടെ വന്നാലേ നിങ്ങളെ എനിക്ക് വേണ്ടി ഒരു വീഡിയോ എടുത്ത് തരണം. തരും. എത്ര പൈസ വേണേലും ചോദിച്ചു, പക്ഷെ 3000 രൂപ തരത്തുള്ളൂ. കാരണം എന്റെ അച്ഛന് ഒരു ചിട്ടിയുണ്ട്. ഒരെണ്ണേ ഉള്ളൂ. ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാം കൊണ്ട് ആ പൈസ ഇടുന്ന അതിനകത്താ. അപ്പൊ ഇച്ചിരി വലുതായിരുന്നു. ശകലം വലുതാണ്. ഈ അച്ഛനാണെങ്കിൽ ആഴ്ച ഒരിക്കലേ വെളിയിലോട്ട് ഇറങ്ങി പോകത്തുള്ളൂ. അപ്പൊ ഒരെണ്ണം കൂടെ ആകായിരുന്നു. എന്തുവാ? അല്ല, ഈ ആൾക്കാരെല്ലാം കൂടെ പൈസ കൊണ്ടിരുന്ന അതിനകത്തല്ലേ? അതിനകത്താണ്. അപ്പൊ പിന്നെ അച്ഛന് വെളിയിൽ പോകുമ്പോ വേറൊരു ജട്ടി വേണ്ടായോ? യോ, ജട്ടിയല്ല, ചിട്ടി. അച്ഛന് വന്നപ്പോണ്ടല്ലോ, അച്ഛന് പ്രായമായ കൊണ്ട് എന്നോട് പറഞ്ഞു, മോനെ ഇനി മുതല് ഈ ചിട്ടി കൊണ്ട് നീ നോക്കി നടത്തണമെന്ന് പറഞ്ഞു. ചിട്ടിപ്പണ്ട് നോക്കി നടത്താം, ഭാഗ്യവാൻ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ കൊരക്ക് എന്നാ ഒരയ്ക്കാൻ പറഞ്ഞു. അയ്യോ, അതല്ല. ഈ കോരക്ക ചിട്ടിപ്പെട്ട് നോക്കി നടത്താൻ പറ്റിയില്ല. ആ ചിട്ടിപ്പെണ്ട് അങ്ങ് പൊട്ടി. പിന്നെ പിറ്റേ ദിവസം എന്തോ അറിയുന്നറിയോ? അപ്പൊ ചിട്ടി പിടിച്ച നാട്ടുകാരെല്ലാം കൂടെ വീട്ടിലോട്ട് വരുവാ. അല്ല, അപ്പ ചിട്ടി പിടിച്ചോണ്ട് നാട്ടുകാരെല്ലാം കൂടെ നിങ്ങളുടെ അപ്പത്തിന്റെ ബിസിനസ് ഉണ്ടോ? അതല്ല പറഞ്ഞത്. അപ്പോൾ ചിട്ടി പിടിച്ച നാട്ടുകാരെല്ലാം കൂടെ എന്റെ വീട്ടിലോട്ട് വരുവാ. പക്ഷെ ഭാഗ്യത്തിനാണ് എനിക്ക് എന്തായാലും സോണിയെ കിട്ടിയത്. ഞാൻ പിന്നെ ഒരൊറ്റ കേറ്റമായിരുന്നു. അപ്പൊ കിട്ടിയത് സോണിയല്ല, ഏണി. അതല്ലേ, എന്റെ ഭാര്യ സോണിയെ കിട്ടിയത് ആ സമയത്താ പറഞ്ഞേ. എന്ന് പറഞ്ഞാല് ഞാൻ തരത്തേ ഈ പിന്നെ സോണിയെ കിട്ടിയല്ലോ. അപ്പം ഞാൻ 2003 2002 അറിയത്തില്ല. ഞാൻ ആ സോണിക്ക് അല്ല, പാനാസോണിക്ക് വന്നത് 2000-നൊക്കെ മുള്ള. ഞാൻ എന്റെ ഭാര്യ സോണിക്ക് ഒരു വള മേടിച്ചു കൊടുത്തു. നാട്ടുകാർ നോക്കുമ്പോഴുണ്ടല്ലോ എന്റെ ചിട്ടിയൊക്കെ പൊട്ടിയിരിക്കുവാണല്ലോ. ഞാനാണ് വീടിനകത്താണെങ്കിൽ ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുക. അത് കണ്ടോണ്ട് എന്റെ ഭാര്യ എനിക്ക് ആ വള ഊരി തന്നു. അല്ല, ഒന്നുമില്ലാതിരിക്കുമ്പോ ഒരു വള ഊരി തന്ന എവിടൊക്കെ മറക്കും? അതല്ല പറഞ്ഞത്. എടോ, പൈസയും കാര്യങ്ങളും ഇല്ല, ഒന്നുമില്ലാതെ നിൽക്കുമല്ലയോ. അന്നേരത്തിന് ആ സോണി എനിക്ക് വള ഊരി തന്നു. പക്ഷെ ഞാൻ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു. ഞാൻ ആ വള കൊണ്ട് കൊടുത്തിട്ട് ഒരു ചിട്ടി ഫണ്ട് തുടങ്ങി. പുതിയ ചിട്ടി. പക്ഷെ ആ ചിട്ടി പൊട്ടി. അയ്യോ, അത് ശരി. അത് പൊട്ടിച്ചിട്ട് വന്നിക്കുവാ. സാറ്, നിങ്ങൾ എനിക്കൊരു 3000 രൂപ തരും. എന്നാലും എന്റെ മനസ്സുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. പറഞ്ഞു. എത്ര കിട്ടിയാലും പഠിക്കാത്ത പാട്ടി. അതെന്തുവാ? അന്നത്തെ കാര്യം ഞാൻ ആലോചിച്ച് കരഞ്ഞതാ. പിന്നെ വേറൊരു സൂസിയല്ല, വേറൊരു ദിവസം ഇതുപോലെ ഞാൻ സങ്കടപ്പെട്ട് വീടിനകത്ത് ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഇയാൾ ഈ സങ്കടം വരുമ്പോഴൊക്കെ പെരക്കാത്ത കയറി ഒന്നുമില്ലാതിരിക്കുന്നത്. ഒരു തോർത്തെങ്കിലും എടുത്ത് ഉടുക്കണ്ടേ മനുഷ്യ? അതോ ഇത് കാണുന്നതാണോ ഇയാൾക്ക് സന്തോഷം? ഞാൻ പറഞ്ഞത് എനിക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതിരിക്കുവായിരുന്നു. ഉണ്ടല്ലോ സോണി വന്നിട്ടുണ്ടല്ലോ, എന്നെ ആ മൂക്കുത്തി ഊരി എനിക്ക് അങ്ങ് തന്നു. അപ്പൊ എന്തു പറ്റി? മൂക്കിന്റെ തുള കാണാൻ പറ്റി. അതല്ല, ആ മൂക്കുത്തി പറ്റിട്ട് സോണിയുടെ പേരിൽ ഞാനൊരു ചിട്ടി ഫണ്ട് അങ്ങോട്ട് തുടങ്ങി. സ്വന്തം ഭാര്യയുടെ പേരിൽ ചിട്ടി ഫണ്ട് തുടങ്ങിയ മഹാൻ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്താ? ഭാര്യ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇതുണ്ടാക്കിയത് ഞങ്ങളുടെ അച്ഛനാണല്ലോ. അച്ഛൻ ഈ മൂക്ക് മാത്രമേ ഉണ്ടാക്കി തന്നുള്ളൂ. അതല്ല, ഈ ചിട്ടി ഫണ്ട് ഉണ്ടാക്കിയത് ഞങ്ങളുടെ അച്ഛനാണല്ലോ. അച്ഛന്റെ അനുഗ്രഹം മേടിക്കാതെ തുടങ്ങുന്നത് ശരിയല്ല. ഞാൻ നേരെ അങ്ങോട്ട് ചെല്ലുമ്പോണ്ടല്ലോ അച്ഛൻ കിടന്നങ്ങ് ഉറങ്ങുക. എന്നിട്ടും ഉണ്ടല്ലോ അച്ഛന്റെ തൊടയെ തൊട്ട് ഞാൻ അനുഗ്രഹം മേടിച്ചിട്ടാ തുടങ്ങി. നമ്മൾ സാധാരണ പാദത്തിൽ തൊട്ടല്ലോ അനുഗ്രഹം മേടിക്കുന്നത്. അച്ഛന്റെ മുട്ട് വരെ ഇങ്ങനെ പുതപ്പ് കിടക്കുമായിരുന്നു. ഇച്ചിരി ഈ തൊട കാണായിരുന്നു. ഞാൻ ആ തൊടയെ തൊട്ട് ഇങ്ങനെ അനുഗ്രഹം മേടിച്ചു. പിന്നുണ്ടല്ലോ ഇതങ്ങ് വളർന്നങ്ങ് ബ്രാഞ്ചുകളൊക്കെ ഉണ്ടായി. ചിട്ടി ഫണ്ടിന് ബ്രാഞ്ചുകളൊക്കെ ഉണ്ടായത്. എന്നാലും ഉണ്ടല്ലോ വേറൊരു കാര്യമുണ്ട്. എന്റെ പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ, എന്റെ പെണ്ണുമ്പിള്ള ഇത് തുടങ്ങുന്നതിന് മുമ്പേ എന്നോട് 3 ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, അവിടെ പേരിൽ പണിതിരിക്കുന്ന ഈ ചിട്ടി ഫണ്ട് വളർന്ന് വലുതാകണം. രണ്ടാമത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കുട്ടിനിക്കറൊക്കെ ഇട്ട് ഇങ്ങനെ സിമ്പിളനായിട്ട് അങ്ങ് നടക്കണമെന്നാ. 1 2 ഞാൻ അങ്ങ് സാധിച്ചു.
ഈ നിക്കറിനകത്തോ? അതല്ലെന്ന്. എടാ, ഒന്നാമത്തെ രണ്ടാമത്തെ ആഗ്രഹം ഞാൻ അങ്ങ് സാധിച്ചു. മൂന്നാമത്തെ അവിടെ ആഗ്രഹം എന്താണെന്നറിയാവോ? ഞങ്ങളുടെ വീട്ടിലോട്ട് ഒരു കുഞ്ഞിക്കാല് വരണമെന്ന്. ഒരു ജനുവരിയിൽ കുഞ്ഞിക്കാല് വന്നു. അപ്പൊ ഫെബ്രുവരിയിലാണോ തൊടയും ചന്തിയൊക്കെ വന്നത്? അയ്യോ, അതല്ലെന്ന്. എടോ, കുട്ടി ജനിച്ചത്. പക്ഷെ ആ സമയത്തുണ്ടല്ലോ എനിക്ക് വിഷമിപ്പിക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായി. എനിക്ക് വിഷമിപ്പിക്കുന്ന ഇൻസിഡന്റ് ഉണ്ടായി. ഇയാളും തന്നെ കരയുന്നേ? അതുകൊണ്ടല്ല, ഇൻസിഡന്റ് ഉള്ളതെന്നുള്ള അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു സംഭവം ഉണ്ടായി, അത്രേ ഉള്ളൂ. കാരണം എനിക്ക് ആദ്യമായിട്ട് കുട്ടി ഉണ്ടായതാണല്ലോ. ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോ അങ്ങെടുത്തു, എന്നിട്ട് ഫേസ്ബുക്കിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് താഴെ അങ്ങോട്ട് എഴുതി, എന്റെ ഭാര്യയ്ക്ക് ഒരു കുട്ടി ഉണ്ടായിരിക്കുന്നു, ആരവ്. ആരവ് മോന്റെ പേരാ. പക്ഷെ വേറെ കാര്യമുണ്ട്, എഴുതി പോസ്റ്റ് ചെയ്തപ്പോ സ്പെല്ലിംഗ് തെറ്റിപ്പോയി. എന്റെ ഭാര്യയ്ക്ക് ഒരു കുട്ടി ഉണ്ടായി, ആരതെന്ന്. ആരതാണ്? പിന്നെ 2 ആഴ്ച ഞാൻ എന്നെ സോണിയെ കണ്ടിട്ടില്ല, അറിയാവോ? അപ്പൊ പിണങ്ങി വീട്ടിൽ പോയി അവര്? ഇല്ല, 2 ആഴ്ച എടുത്തു എന്റെ കണ്ണ് തന്റെ താഴത്തെ നീരുണങ്ങാനും ഇങ്ങനെ വെച്ച് അപ്പൊ മേടിച്ച് കെട്ടി ഇവിടെ തീർത്താ തന്നത്. കണക്കായി. പിന്നെ മാർച്ച് വരുന്നുണ്ട്. ഏത് പാർട്ടിയുടെ? ഇനി മാറി. എടോ, അതല്ലെന്ന്. മാർച്ച് മാസം വരുന്നുണ്ട്. സോണിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ സോണിക്ക് വേണ്ടി നമുക്കൊരു വീഡിയോ എടുത്ത് അവളെ എങ്ങനെയാലും സോപ്പിട്ട് നമുക്ക് ഈ കൊണ്ടുവരണം. അതിനല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നത്. സെറ്റ് ചെയ്തോ. ക്യാമറ കറക്റ്റ് ആക്കി വെച്ചോ. ഞാൻ സെറ്റ് ചെയ്തോളാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആക്ഷൻ. മാന്യ മഹാജനങ്ങളെ, എടുക്കണ്ട, വീഡിയോ എടുക്കണ്ട. സോണി ചതിച്ചു. എന്തോന്നറിയാവോ? ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഒരു വളയുടെ മൂക്കത്തിലെ കാര്യം. ഞാനത് അവൾ ഉറങ്ങിക്കിടന്നപ്പോ ഇതല്ലേ ഊരിയെടുത്താന്നും പറഞ്ഞാൽ അവളോട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തിരിക്കുവാ. ഇപ്പൊ എന്തോ ചെയ്യാനാ? അല്ല, സാറ് പറഞ്ഞതാ സത്യം എന്ന് പറഞ്ഞ് കോടതി കൊണ്ട് തെളിയിക്ക്. അങ്ങനെ ഒരിക്കലും തെളിയിക്കാൻ പറ്റത്തില്ല. കാരണം അവള് പറഞ്ഞതാ സത്യം. മോട്ടിച്ചതായിരുന്നില്ലയോ? അതാണ് സൂപ്പറായിരുന്നു. വേറൊരു ലെവലില് ഇത്ര സ്ട്രേറ്റ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ എനിക്ക് എന്താ സന്തോഷമായിട്ട് എന്തെങ്കിലും പറയണോ അല്ലാതെ വിഷമത്തോടെ പറയണോ? അങ്ങനെ ഇപ്പോഴാണ് ചിരിച്ചത്. ഇപ്പോഴാ പല്ല് പുറത്തു വന്നത്. ഇപ്പോഴും പുറത്താണല്ലോ. അയ്യോ, പല്ല് എപ്പോഴും പുറത്താണല്ലോ. ഇപ്പോഴാ കണ്ടത്. രൂപത്തിൽ സംഭവിച്ച പാവപ്പഴിയാണ്. ശരി, അപ്പൊ എന്തായാലും സ്കിറ്റിന്റെ കാര്യത്തില് പക്ക ഒരു ലാഗ് ഉണ്ടാവാത്ത ഒരു എന്താ പറയാ ഒരു ബാറ്ററി ചാർജ് ആയിരുന്നു ഇത് പൊളി എന്നെ സംബന്ധിച്ച്. ഓക്കെ, അഖിൽ ചിരിച്ച് ഊപ്പാടുന്നു. എനിക്ക് വേറൊരു ഭയങ്കര സന്തോഷം. ഞാൻ ആദ്യമായിട്ടൊരു ഈ ഫിക്ഷൻ അല്ലാത്തൊരു നോൺ ഫിക്ഷൻ പരിപാടിയിൽ അഭിനയിക്കുന്നത് കാഴ്ചന്റെ കൂടെയാണ്. വർഷങ്ങൾക്ക് മുന്നേ കോമഡി ന്യൂസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ. അപ്പൊ എന്നെ എങ്ങനെ അഭിനയിക്കണം, ക്യാമറ ഫ്രണ്ടിൽ എങ്ങനെ നിൽക്കണം എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്ന എന്റെ അന്നത്തെ ഗുരുനാഥനെ പോലുള്ള ഒരാളാണ് ഷായിച്ചേട്ടൻ. ഇവരുടെ ഈ കോമ്പോടെ ഭയങ്കര ഫാനാണ് ഞാൻ. ഇവരെ സ്കിറ്റ് എപ്പോഴും ഞാൻ യൂട്യൂബിൽ എടുത്താലും അത് പല പല പരിപാടികൾ ഇതുപോലെ നമുക്ക് ഇവിടെ ലൈവായിട്ട് കാണാം. അതാണ് ശരിക്കും ഈ സോഷ്യൽ മീഡിയയിൽ ഈ PP ഊതിയിട്ടും ഡ്രംസ് കൊട്ടിയിട്ടും ബർത്ത്ഡേ വിഷ് കൊടുക്കുന്നതും കനാലിലിരുന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് ടെലിവിഷനിലേക്ക് കൊണ്ടുവന്ന് അതേ സ്കിറ്റിൽ ഉൾപ്പെടുത്തിയൊക്കെ നല്ല രസമായിട്ട് തോന്നി. ശരിക്കും അല്ല, അത് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ സാധനം. അത് തന്നെ പിടിച്ചപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. പിന്നെ ഷാജിയുടെ വിനോദന്റെ എല്ലാ പെർഫോമൻസും വൈറലാണ്. നിങ്ങളിവിടെ വരണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഹാപ്പിയായി. കോമ്പറ്റീഷൻ ഒന്നുകൂടെ ടൈറ്റായി. അതെ, അപ്പൊ എന്തായാലും നമുക്ക് ബാറ്ററിയില് എത്രത്തോളം ചാർജ് കേറിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കിയാലോ? നോക്കണ്ട അല്ലേ? പിന്നെ നോക്കണ്ടേ, അറിയണ്ടേ? എന്താ ഷാജിയേട്ടന് എന്താ തോന്നുന്നു, എത്ര കിട്ടിയിട്ടുണ്ടാവും? ഇല്ല, നമുക്ക് അങ്ങനൊന്നും അറിയത്തില്ല. നമ്മൾ വരുന്നു, പെർഫോം ചെയ്തു പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ പൈസ വേണ്ടേ? കിട്ടുന്നത് തരുമല്ലോ. നോക്കാം, നമുക്ക് എന്തായാലും നോക്കാം. ₹50,000 ആണ് നേടിയിരിക്കുന്നത്. നമ്മുടെ ബാറ്ററി ഫുൾ ആയിരിക്കുകയാണ്. അത് കൈയോടെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്തോ? ചേച്ചി, കറണ്ട് ബിൽ അടക്കാനുള്ള പൈസ ബാക്കി വെച്ചേക്കണേ. അവിടെ കറണ്ട് ഇല്ലെന്ന് ലൈൻ കമ്പിയിൽ പ്ലാവ് വീണു. ₹50,000 from Amrita TV to Shaji Etten and Vinod.
സെറ്റ്. അപ്പൊ അടുത്ത തവണ നമുക്ക് ഡബിൾ ബാറ്ററി ആയിട്ട് വേണം വരാൻ വേണ്ടി. ഓക്കെ ഓക്കെ ഒക്കെ പറയും. ഓക്കെ